നമസ്കാരം. കേരളത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ, അത് റവന്യൂ ആയാലും തദ്ദേശ സ്വയംഭരണമായാലും RTO എന്നിങ്ങനെ ഏതെടുത്താലും അവർ നൽകുന്ന സേവനങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സേവനങ്ങളും ഓൺലൈൻ ആയി അല്ലെങ്കിൽ ഓൺലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് വസ്തു വാങ്ങിക്കഴിഞ്ഞ് പോക്കുവരവ് നടത്തുന്നതിനായി നമ്മൾ വില്ലേജിൽ അപേക്ഷ നൽകുമായിരുന്നു. അത് മാറി ആധാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പോക്കുവരവ് ചെയ്യുന്നതിനായി വില്ലേജിൽ പോകേണ്ട ആവശ്യമില്ല. ആധാരം രജിസ്ട്രേഷൻ നടക്കുമ്പോൾ തന്നെ പോക്കുവരവ് ചെയ്യുന്നതിനായി ഫയൽ സബ് രജിസ്ട്രാർ വില്ലേജ് ഓഫീസർക്ക് ഓൺലൈനായി നൽകുന്നു. നമ്മൾ പോക്കുവരവ് ഫീസും ഭൂനികുതിയും വില്ലേജിൽ പോയി അടച്ചാൽ മാത്രം മതി. ഇപ്പോൾ അതും മാറി ഭൂമി ഇനി വിൽക്കുന്നതിനും വാങ്ങുന്നതിനും എൻ്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കണം. ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇപ്രകാരമാണ് ഇത് നടപ്പിലായത്. അതായത് ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥനിൽ നിന്നും പുതിയ ഉടമസ്ഥനിലേക്ക് പോക്കുവരവ് ഓട്ടോമാറ്റിക്കായി നടക്കുന്നതാണ്. ഭൂമിയുടെ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഭൂമി വിൽക്കാനാകൂ. വില്ലേജിലെ ഭൂനികുതി സംബന്ധിച്ച അടിസ്ഥാന രേഖയായ BTR ഇനി DBTR ആയി മാറുന്നു. അതായത് ഡിജിറ്റൽ ബേസിക് ടാക്സ് രജിസ്റ്റർ. ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണ വ്യത്യാസം അനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുന്നതിനാൽ പോക്കുവരവിന് അപേക്ഷിക്കേണ്ടതില്ല. ഭൂമി വിൽക്കുന്നതിനായി അപേക്ഷിക്കുമ്പോൾ ഭൂരേഖകളിൽ എന്തെങ്കിലും പിശക് ഉണ്ടെങ്കിൽ സർവേ സ്കെച്ചിലെ നിറങ്ങൾ നോക്കി മനസ്സിലാക്കാം. അക്ഷരത്തെറ്റുകളെ സംബന്ധിച്ച പരാതികൾ പച്ച നിറവും, വിസ്തീർണം, ഉടമസ്ഥത എന്നിവ സംബന്ധിച്ച മഞ്ഞ നിറവും, പുറമ്പോക്ക് ഭൂമിയുമായി അതിര് പങ്കിടുന്നവയാണെങ്കിൽ ചുവപ്പ് നിറവുമാണ് ഉണ്ടാവുക. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതോടെ ഇവ നിലവിൽ വരും. കാസർഗോഡ് ജില്ലയിലെ ഗുജ്ജാർ വില്ലേജിൽ നിലവിൽ വന്നു കഴിഞ്ഞു. ഡിജിറ്റൽ സർവേ പൂർത്തിയായ 150 വില്ലേജുകളിൽ ഉടൻ വിജ്ഞാപനം ഇറങ്ങുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ. വീണ്ടും കാണുന്നതുവരേക്കും ബൈ.